വെൽക്കം ടു സൂസ് പെപ്പെ ക്യാൻഡി. എല്ലാവരും സുഖമായി സന്തോഷത്തോട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. കുറച്ച് നാളായിട്ട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിട്ടായിരുന്നു വന്നിരിക്കുന്നത്, ഒരു മീൽ പ്ലാനിങ് വീഡിയോ. ഒരു വീക്ക് എങ്ങനെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് മെൻഷൻ ചെയ്തതിൽ ഒരു ടിപ്പായിരുന്നു മീൽ പ്ലാനിങ്. അതിനുശേഷം എൻ്റെ അടുത്ത് 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മീൽ പ്ലാനിങ്ങിൻ്റെ വീഡിയോ എത്രയും പെട്ടെന്ന് ഇടാവോ എന്ന് ചോദിച്ചിട്ട്. സോറി കേട്ടോ, കുറച്ച് ഡിലേ ആയിപ്പോയി. ഇതിനെപ്പറ്റി ആദ്യം എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൽ പ്ലാനിങ്ങിനെ പറ്റി കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നതും എനിക്കത് എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും. കാര്യം ഒരുപാട് സമയം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇങ്ങനെ എന്തുണ്ടാക്കും, ഇന്ന് ഡിന്നറിന് എന്തുണ്ടാക്കും, നാളെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കും, അങ്ങനെ നമ്മൾ ചിന്തിച്ച് കുറേ സമയം വേസ്റ്റ് ആവുന്ന പോലെ തോന്നി. അപ്പോൾ എന്നെപ്പോലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കും, നാളെ ലഞ്ചിന് അതുണ്ടാക്കിയാൽ ശരിയാവുമോ എന്നൊക്കെ ആലോചിച്ച് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി, അത് ലേഡീസ് ആകാം ജെൻസ് ആകാം, കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇപ്പോൾ ഞാനൊരു വൈറ്റ് പേപ്പറിലാണ് ഇതെല്ലാം എഴുതി വയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊബൈലിൽ സെറ്റ് ചെയ്യാം, അതിൽ ആപ്പിൽ ഏതെങ്കിലും കുറേ മീൽ പ്ലാനിങ് ആപ്പ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എക്സൽ ഷീറ്റിൽ സെറ്റ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് സെറ്റ് ചെയ്യാം. ബേസിക്കലി ഞാനൊരു പേപ്പർ പെൻ പേഴ്സൺ ആണ്. എനിക്ക് എന്തും ഒന്ന് എഴുതി വെച്ചിട്ട് ചെയ്താൽ, ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്താൽ പെട്ടെന്ന് നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ടേബിൾ ഉണ്ടാക്കുക. അതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സ്നാക്സ്, ഡിന്നർ, പ്രിപ്പ് അങ്ങനെ 5 കോളം സെറ്റ് ചെയ്യുക. മറ്റേ സൈഡിൽ സൺഡേ ടു സാറ്റർഡേ ഡേയ്സ് എഴുതി വയ്ക്കുക കേട്ടോ. ഇവിടെ UAE സൺഡേ മുതലാണ് ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സൺഡേ മുതലുള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇനി ഒരു മീൽ പ്ലാനിങ് ചെയ്യുമ്പോൾ അതുപോലെ നമ്മൾ ഫോളോ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതിന് മാറ്റം കൊടുക്കാം. ഇതിപ്പോൾ മാർച്ച് 2nd വീക്കിലൊരു മീൽ പ്ലാനിങ് ചെയ്ത വീഡിയോ കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സൺഡേയിലുള്ള കാര്യം നോക്കാം. സൺഡേ മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഫ്രൈഡേ സാറ്റർഡേ ഞാൻ അധികം കുക്കിങ്ങിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. കാര്യം ഒന്നും പ്ലാൻ ചെയ്ത പോലെ നടക്കാറില്ല, കൂടുതലും ഫാമിലി ടൈമാണ്. അപ്പോൾ അന്നേരം തോന്നുന്ന പോലെ ഉണ്ടാക്കുന്നത്, ഫ്രൈഡേ സാറ്റർഡേ അവൈലബിലിറ്റി അനുസരിച്ചൊക്കെ ഉണ്ടാക്കുന്നത്. സൺഡേ മോർണിംഗ് എൻ്റെ സാധാരണ മാവൊന്നും കാണാറില്ല, അതായത് ദോശമാവോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ മാവോ ഒന്നും കാണാറില്ല. അപ്പോൾ രാവിലെ പൂരി, പൊട്ടാറ്റോ കറി, അതല്ലെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ബ്രെഡ് ടോസ്റ്റോ കോൺഫ്ലേക്സോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും സൺഡേ മോർണിംഗ്. ലഞ്ചിന് ഹസ്ബൻഡ് ചപ്പാത്തിയും പൊട്ടാറ്റോ കറിയും കൊടുത്തു വിടും. പിന്നെ ലഞ്ച് ഉണ്ടാക്കുമ്പോൾ സാമ്പാറും അവിയലും. സാമ്പാർ ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റെ എന്തായാലും കഷ്ണങ്ങൾ നമ്മൾ അരിയുന്നുണ്ട്, അപ്പോൾ നീളത്തിലരിഞ്ഞ് കുറച്ച് കഷ്ണങ്ങൾ അവിയൽ ഉണ്ടാക്കാനായിട്ട് എടുക്കും. പിന്നെ അതുകൂടാതെ നമ്മൾ ദോശയ്ക്കായിട്ടുള്ള റൈസ് ഞാൻ രാവിലെ സോക്ക് ചെയ്യാൻ ഇടുന്ന മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ, പിറ്റേ ദിവസം എടുക്കാനായിട്ടാണ്. പിന്നെ ഫിഷ് കറി നമ്മുടെ വീട്ടിലെ ഒരു മാൻഡേറ്ററി ഒരു കറിയാണ്. മിക്ക ദിവസവും ഫിഷ് ഉണ്ടാകും. അപ്പോൾ ഫിഷ് ഞാനിത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മസാല പുരട്ടിയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കും. എന്നിട്ട് തലേ ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഫ്രീസറിൽ നിന്നെടുത്ത് താഴെ കമ്പാർട്ട്മെൻറ്റിൽ വെക്കും. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഫിഷ് കറി ഉണ്ടാക്കാൻ പറ്റും. ഫിഷ് കറി മിക്ക ദിവസവും എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. ഹസ്ബൻഡിന് ഫിഷ് കറി റൈസും ആണ് മെയിനായിട്ട് ഇഷ്ടം. ഈവനിങ് സ്നാക്സിന് എളുപ്പം ഉണ്ടാക്കാവുന്ന സാൻഡ്വിച്ചസ് എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാക്കുന്നത്. പിന്നെ ഡിന്നറിന് ഇന്ന് ഇപ്പോൾ ചപ്പാത്തിയല്ലേ കൊണ്ടുപോയത് ഹസ്ബൻഡ്, അത് കാരണം ഡിന്നറിന് അന്നത്തെ ദിവസം റൈസ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ പുട്ടായിരിക്കും. റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഓൾറെഡി നമുക്ക് ബാക്കി എല്ലാ സാധനങ്ങളും റൈസ് ഉൾപ്പെടെ എല്ലാം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫിഷ് ഞാൻ അന്നേരം ഫ്രൈ ചെയ്യാനുള്ളത് മാത്രമേ അപ്പോൾ രാത്രി ഞാൻ ചെയ്യുന്നുള്ളൂ. ഇനി സൺഡേ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സാറ്റർഡേ ഇത് ചെയ്ത് വയ്ക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു. അതൊക്കെ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഒരു ഡേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എനിക്ക് സൺഡേ ആണ് ഞാനിപ്പോൾ വർക്ക് ഫ്രം ഹോം ആണ്, അല്ലെങ്കിൽ തന്നെ എനിക്ക് സൺഡേ ആണ് കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഫ്രൈഡേ സാറ്റർഡേ ഞാൻ കഴിയുന്നതും കിച്ചണിൽ അധികം ടൈം എടുക്കാറില്ല. പ്രിപ്പ് എന്ന് പറഞ്ഞൊരു കോളത്തിൽ ഞാനിവിടെ ദോശ ബാറ്റർ ഗ്രൈൻഡ് ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ ഗ്രീൻ പീസും പയറും കടലയും അതൊക്കെ കുതിർത്ത് വെച്ചിരിക്കാനും പറയുന്നുണ്ട്. ഇത് ഞാൻ പിറ്റേ ദിവസം എടുത്ത വീഡിയോ കേട്ടോ. ഓൾറെഡി തലേ ദിവസം കുതിർത്ത പയർ പിറ്റേ ദിവസം കാണിക്കുന്നതാണേ. അപ്പോൾ ഇതൊന്ന് കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ കുക്ക് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്നൊരു കറി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു സ്നാക്ക് ഉണ്ടാക്കാനോ ഒക്കെ എളുപ്പമായിരിക്കും. ഇത് കൂടാതെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തെർമൽ കുക്കറിലിട്ടാണ് ചോറ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അരി തിളയ്ക്കുമ്പോൾ ഞാൻ തെർമൽ കുക്കറിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. അതാണ് ഞാൻ റൈസ് സർക്കിൾ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സൺഡേയിൽ മാത്രമുള്ള ഡ്യൂട്ടീസാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പോൾ ഞാൻ ഓൾറെഡി റൈസ് കുക്ക് ചെയ്തു, തലേ ദിവസം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം നമുക്ക് എളുപ്പമാകാനായിട്ട് ഓൾറെഡി ദോശമാവ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അതിനകത്ത് നിന്ന് ദോശമാവിൽ നിന്ന് ഇഡ്ഡലിയാണ് ആദ്യത്തെ ദിവസം ഉണ്ടാക്കുന്നത്. കാര്യം ഇഡ്ഡലി പിറ്റേ ദിവസം ഉണ്ടാക്കി അത്ര ഒരു സോഫ്റ്റ്നെസ് കിട്ടാറില്ല. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി, ഇഡ്ഡലിയുടെ കൂടെ ഇന്നലത്തെ സാമ്പാറുണ്ട്. പിന്നെ റൈസ് നമ്മൾ ഓൾറെഡി തെർമൽ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്.
കൂടാതെ ഫിഷ് കറി ആക്കി വെച്ചിട്ടുണ്ട്, ഓൾറെഡി ഉണ്ട് ഫിഷ് കറി തലേദിവസം ഉണ്ടാക്കിയത്, തോരനും സാലഡും. അപ്പോൾ ഇത് രണ്ടും രാവിലെ ഹസ്ബൻഡ് കൊടുത്തു വിടാനാണ് കേട്ടോ ഈ ഒരു റൈസും ഫിഷ് കറി തോരൻ സാലഡൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. ഇതിനകത്തിപ്പോൾ തോരനും സാലഡും മാത്രമേ ഉള്ളൂ നമുക്ക് ലഞ്ചിനായിട്ട് ഉണ്ടാക്കേണ്ടത്. ബാക്കിയെല്ലാം ഓൾറെഡി ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഫിഷ് കറി ഞാൻ തലേദിവസം ഉണ്ടാക്കിയത് പിറ്റേ ദിവസം ലഞ്ച് വരെയും തികയും, ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. മുളക് കറിയാണ് കൂടുതൽ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ വൈകുന്നേരം സ്നാക്ക് ഇവിടെ സാമ്പാർ ഉള്ളതുകൊണ്ട് ഒന്നിൽ കുഴിപ്പണിയാരം, അല്ലെങ്കിൽ വട, അല്ലാന്നുണ്ടെങ്കിൽ ഗീ റോസ്റ്റ്, അങ്ങനെ ഏതെങ്കിലും ഒരു ഐറ്റം ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഞാൻ ഈ ആഴ്ചയിലെ ഗ്രോസറി ലിസ്റ്റിനകത്ത് വടയുടെ ബാറ്റർ ഉണ്ടല്ലോ, ഇൻസ്റ്റൻറ്റ് വട ബാറ്റർ, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ വട എഴുതിയിരിക്കുന്നത് കേട്ടോ. അതാണ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നും മെൻഷൻ ചെയ്യാത്തത് കേട്ടോ. ഡിന്നറിന് ചപ്പാത്തിയും ചില്ലി ചിക്കനുമാണ്. ചില്ലി ചിക്കൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, റെസിപ്പി ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ആ ഒരു ടേബിൾ നോക്കിയാൽ കാണാം, നമ്മൾ സർക്കിൾ ചെയ്തൊക്കെ ഓൾറെഡി ഉള്ള ഫുഡ് ഐറ്റംസ് ആണ്, അല്ലാതെ സർക്കിൾ ചെയ്യാത്തതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത് ചപ്പാത്തിയും ചില്ലി ചിക്കനും ഒരു ക്യാരറ്റ് തോരനും സാലഡും മാത്രമാണ്, വടയും. വട ഓൾറെഡി ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് അധികം ബുദ്ധിമുട്ടില്ല. അതുപോലെ പ്രീപിപ്പ് കോളത്തിൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്രീൻ പീസ് എല്ലാം നമ്മൾ കുതിർത്ത് വെച്ചതൊന്ന് കുക്ക് ചെയ്തിട്ട് ഞാൻ ഫ്രീസ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസത്തെ കറിക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം എടുത്ത് ഫ്രീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ട്യൂസ്ഡേയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഓൾറെഡി ദോശ ബാറ്റർ ഉണ്ടായിരുന്നു, അതിനകത്ത് ചട്നി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഫ്രൈഡ് റൈസും കൂടെ ഉണ്ടാക്കുന്നുണ്ട് രാവിലെ തന്നെ. രാവിലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി ഹസ്ബൻഡും കൊടുത്തു വിടാം, ഉച്ചയ്ക്ക് ലഞ്ചിന് കുട്ടികൾക്കും ആവും. അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ചില്ലി ചിക്കൻ ഇന്നലത്തെ ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കി ഉണ്ടാവും. അതാണ് നമുക്ക് ലഞ്ച് വരെ പോകുന്നത്. പിന്നെ ട്യൂസ്ഡേ വൈകുന്നേരം കൊഴുക്കട്ടയാണ് നമ്മുടെ മെനുവിലുള്ളത്. പക്ഷേ മക്കൾക്ക് കൊഴുക്കട്ട വലിയ ഇഷ്ടമല്ല, അത് കാരണം അവർക്ക് ഗീ റോസ്റ്റോ ദോശയോ എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാക്കുന്നത്. ചട്നിയുണ്ട് ബാക്കി. പിന്നെ വൈകുന്നേരത്തേക്ക് നമ്മൾ ചപ്പാത്തി, ഗ്രീൻ പീസ് കറി. ചപ്പാത്തി മെയിനായിട്ട് ഡിന്നറിന് നമ്മൾ കൂടുതലും ചപ്പാത്തി തന്നെ ആയിരിക്കും. പിന്നെ റൈസ് കൊണ്ടുപോകാത്ത ദിവസങ്ങളിൽ മാത്രം ഡിന്നറിന് റൈസോ അല്ലെങ്കിൽ പുട്ടോ ആയിരിക്കും കേട്ടോ. പിന്നെ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ പീസ് ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. ഇനി രാവിലെ ഞാൻ അപ്പത്തിന് സോക്ക് ചെയ്ത് വെച്ചായിരുന്നു, അത് നമ്മൾ വൈകുന്നേരം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. കൂടാതെ എല്ലാ കോളത്തിലും ഞാൻ റൈസ് മെൻഷൻ ചെയ്യുന്നുണ്ട്, കാര്യം റൈസ് പിറ്റേ ദിവസത്തേക്ക് എടുക്കാനായിട്ടാണ് കേട്ടോ, പിറ്റേ ദിവസം ലഞ്ചിന് എടുക്കാനായിട്ടാണ്. അപ്പോൾ ഫ്രൈഡ് റൈസിനുള്ള റൈസ് തലേ ദിവസം ഉണ്ടാക്കി വയ്ക്കുന്ന റൈസാണ് പിറ്റേ ദിവസം എടുക്കുന്നത് കേട്ടോ, അത് പറയാൻ മറന്നുപോയി. അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ളൊരു ടിപ്പാണത് കേട്ടോ. ലോങ് ഗ്രെയിൻ ബസ്മതി റൈസ് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ഇനി വെനസ്ഡേ മോർണിംഗ് നമ്മൾ നേരത്തെ ആട്ടി വെച്ചിരുന്ന അപ്പത്തിൻ്റെ മാവുണ്ട്, ഗ്രീൻ പീസ് കറി തലേദിവസം ഉണ്ടാക്കിയതുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പമായി. പിന്നെ ഫിഷ് കറി വെക്കുന്നുണ്ട്, ഒരു രസവും വെക്കുന്നുണ്ട്, പിന്നെ ഒരു സാലഡ് കൊടുത്തു വിടാനായിട്ടാണ്. ഫിഷ് കറി, രസവും സാലഡും കൊടുത്തു വിടാനായിട്ടാണ്. റൈസ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് തന്നെ നമ്മൾ ലഞ്ച് വരെയും പോവും. ലഞ്ചിന് ഫ്രൈ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ തോരനും കൂടെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യും. പയർ തോരനങ്ങാനാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. സ്നാക്കായിട്ട് എഗ് പഫ്സാണ്. എഗ് പഫ്സിൻ്റെ പേസ്ട്രി ഷീറ്റ് ഓൾറെഡി ഫ്രോസൺ നമ്മൾ വാങ്ങിച്ചതുണ്ട്, അപ്പോൾ അത് കാരണം അത് വെച്ച് എഗ് പഫ്സ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഡിന്നറിന് ചപ്പാത്തിയും ചന്ന മസാലയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചന്ന മസാലയിൽ ചന്ന ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം എളുപ്പമായിരിക്കും. പിറ്റേ ദിവസം ആസ് പെർ പ്ലാൻ നീർദോശയ്ക്ക് വേണ്ടി സോക്ക് ചെയ്ത് വെക്കണമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ദോശമാവ് അധികം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ മെനക്കിടാറില്ല. തേഴ്സ്ഡേ വൈകുന്നേരം മിക്കവാറും ബാക്കിയുള്ള അപ്പത്തിൻ്റെ മാവോ അല്ലെങ്കിൽ ദോശയുടെ മാവോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. കാര്യം വൈകുന്നേരങ്ങളിൽ സോക്ക് ചെയ്തിരുന്നത് വളരെ നടക്കാത്തൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്കൊരു ഈവനിങ് ആയിക്കഴിഞ്ഞാൽ ഞാൻ ഈ ബലൂൺ കാറ്റഴിച്ചു വിട്ട ബലൂണിൻ്റെ അവസ്ഥയാണ്. അത് കാരണം വൈകുന്നേരങ്ങളിൽ ഞാനൊന്നും അങ്ങനെ പുതുതായിട്ട് ചെയ്യാറില്ല. ഇപ്പം മാവ് ഓൾറെഡി അരയ്ക്കാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നേ ഉള്ളൂ, അല്ലാതെ കുതിർത്ത് വയ്ക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കത്തില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ പ്ലാൻ ബി ഉണ്ട്, പ്ലാൻ എ വർക്കൗട്ട് ആയില്ലെങ്കിലും. അപ്പോൾ അത് കാരണമാണ് ഞാൻ പറയുന്നത്, മീൽ പ്ലാനിങ്ങിൻ്റെ ഒരു ഹെൽപ്പ് അതാണ്. നമുക്ക് പ്ലാൻ ചെയ്യാം, ഇൻ കേസ് പ്ലാൻ എ വർക്കൗട്ട് ആയില്ലെങ്കിൽ നമ്മുടെ കയ്യിലൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാവും. അപ്പോൾ തേഴ്സ്ഡേ നീർദോശയോ അതല്ലാന്നുണ്ടെങ്കിൽ ദോശയോ അപ്പത്തിൻ്റെ മാവ് ബാക്കിയുണ്ടെങ്കിൽ അത് വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് തട്ടിക്കൂട്ടും. പിന്നെ ലഞ്ചിന് ചപ്പാത്തിയും ചന്ന മസാലയാണ് ഈ ആഴ്ച പ്ലാൻ ചെയ്തേക്കുന്നത് ഹസ്ബൻഡിന് കൊടുത്തു വിടാനായിട്ട്. എനിക്ക് ഉമ്മാക്കും ചപ്പാത്തി തന്നെ ആയിരിക്കും. ഒരു ചിക്കൻ കറിയും മക്കൾക്ക് വേണ്ടി മാത്രം ജീരകശാല ഏറിയിട്ട് ഒരു ഗീ റൈസ് ഉണ്ടാക്കാനായിട്ടാണ് പ്ലാൻ. തേഴ്സ്ഡേ വൈകുന്നേരം ടീയുടെ കൂടെ സ്നാക്കായിട്ട് നേന്ത്രപ്പഴം, അതായത് നമ്മുടെ പഴംപൊരി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. പക്ഷേ നേന്ത്രപ്പഴം നന്നായിട്ട് പഴുത്തെങ്കിൽ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ.
അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് പീസയോ അങ്ങനെ എന്തെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന വല്ലതും ഉണ്ടാക്കും. പക്ഷേ തേഴ്സ്ഡേ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് എൻ്റെ ഒരു എനർജി ലെവൽ നല്ലോണം കുറഞ്ഞ വീക്കെൻഡ് മൂഡിലേക്ക് ഞാൻ പോകാറുണ്ട്. ഒരു ലേസിനെസ് ഒക്കെ വരാറുണ്ട്. പിന്നെ എനിക്ക് ഫ്രൈഡേ സാറ്റർഡേ ഒന്നും ഞാനങ്ങനെ കിച്ചണിൽ അധികം കയറാറില്ല സത്യത്തിൽ കേട്ടോ. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിരുന്നു ഫ്രൈഡേയിൽ റുട്ടീനൊക്കെ ഇടാനായിട്ട്. ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതലും ഞാൻ ഫാമിലി ടൈമാണ് നോക്കുന്നത്. അപ്പം ഫ്രൈഡേ സത്യത്തിൽ ഉമ്മ ഉള്ളതുകൊണ്ട് ഉമ്മയാണ് കിച്ചണിൽ കയറുന്നത്. ഫ്രൈഡേ ബ്രേക്ക്ഫാസ്റ്റ് മിക്കവാറും പുട്ടും പയറും പപ്പടമൊക്കെ തന്നെ ആയിരിക്കും. ഫ്രൈഡേയിൽ പ്രോബ്ലം എന്ന് വെച്ചാൽ മദ്രസയുണ്ട്. അപ്പം മോന് മാത്രമേ മദ്രസയുള്ളൂ. മോനിപ്പോൾ രാവിലെ പുട്ടൊന്നും കഴിക്കില്ല. രാവിലെ 7:30 മദ്രസയിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ മോന് വാഫിൾസ് ഉണ്ടാക്കുന്നത് അത് ഉമ്മ ഉണ്ടാക്കിക്കോളും, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കാറില്ല. സത്യത്തിൽ ഫ്രൈഡേ ഞാൻ കിച്ചണിൽ കയറുന്നത് യൂട്യൂബ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം കേട്ടോ. അത് റിക്വസ്റ്റഡ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രം. കുറേ നാളായിട്ട് എനിക്ക് റിക്വസ്റ്റ് വരുന്നതാണ് ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മന്തി റെസിപ്പി ഈ ആഴ്ച പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫ്രൈഡേയിൽ എനിക്കൊന്നും പ്രവചിക്കാൻ പറ്റാത്തൊരു മീൽ പ്ലാനിങ് ആയിരിക്കും. അത് കാരണം ഫ്രൈഡേ സാറ്റർഡേ ഞാൻ ഒന്നും പ്രത്യേകിച്ച് എഴുതാറില്ല. അത് ഉമ്മയുടെ ഇഷ്ടത്തിനും സാധനങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഉണ്ടാക്കുന്നത്. യൂഷ്വലി ഫ്രൈഡേ നമുക്ക് എന്തെങ്കിലും ഒരു ബിരിയാണി ആയിരിക്കും. ഞാൻ ഫിഷും ചിക്കനുമാണ് പൊതുവേ വാങ്ങുന്നത്. മട്ടൺ ബീഫും മന്ത്ലി വൺസേ വാങ്ങാറുള്ളൂ. അപ്പോൾ അത് ഈ ഇടയ്ക്കാണ് ഇത്രയും സ്ട്രിക്റ്റ് ആയത്. ബീഫും മട്ടണും അങ്ങനെ മന്ത്ലി വൺസ് ആക്കിയത്. മക്കൾക്ക് ഇഷ്ടമാണെങ്കിൽ വാങ്ങിക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചിക്കനും മെയിനായിട്ട് ഫിഷ് തന്നെയാണ് നമ്മുടെ വീട്ടിലെ നോൺ വെജ് രാജാവ്. അപ്പോൾ ഫ്രൈഡേ ഉണ്ടാക്കുന്ന ലഞ്ച് മിക്കവാറും രാത്രിയത്തേക്ക് കാണും. അങ്ങനെയാണെങ്കിൽ അത് രാത്രിയിലേക്ക് എടുക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ അത് പിറ്റേ ദിവസത്തേക്ക് എടുക്കും. അങ്ങനെ ഫ്രൈഡേ സാറ്റർഡേ കംപ്ലീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. പിന്നെ സാറ്റർഡേ മോൾക്ക് മദ്രസയുണ്ട്. നമുക്ക് ഒരു ദിവസവും രാവിലെ അങ്ങനെ ഒരു ലേറ്റായിട്ട് എഴുന്നേൽക്കുന്ന ഒരു പരിപാടി ഇപ്പോൾ ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. നേരത്തെ ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ ഒരു 11 മണി വരെ ഉറങ്ങുമായിരുന്നു. പക്ഷേ ഇപ്പോൾ രാവിലെ മദ്രസ ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. അപ്പോൾ രാവിലെ മോൾക്ക് സാറ്റർഡേ ചോക്കോസോ കോൺഫ്ലേക്സോ ആണ് കൊടുക്കുന്നത്. കാര്യം അവൾക്ക് ഇതുപോലെ മദ്രസയിൽ പെട്ടെന്ന് കഴിച്ചിട്ട് പോകാനുള്ളതുകൊണ്ട് അവൾക്ക് അതാണ് ഇഷ്ടം. പിന്നെ സാറ്റർഡേ മോർണിംഗ് പത്തിരിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാക്കുന്നത്. അത് നേരത്തെ മൂഡ് പോലെ എന്തെങ്കിലും ഉണ്ടാക്കുക. അത് ഞാനിവിടെ പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ ലഞ്ചിന് ഒന്നിൽ ഫിഷ് കറി മീൽസ് ഉണ്ടാക്കും. മീൻ കറി തന്നെയാണ് മിക്കവാറും ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ തലേ ദിവസത്തെ ബാക്കി ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫ്രൈഡേ സാറ്റർഡേ കംപ്ലീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. ഡിന്നറിന് നമ്മളിവിടെ ചിക്കൻ പാസ്ത ഉണ്ടാക്കുന്നത് ഈ ആഴ്ചത്തെ ചിക്കൻ പാസ്തയാണ് മെനുവിലുള്ളത്. എല്ലാ ആഴ്ചയിലും അങ്ങനെയല്ല. ഇതിനകത്ത് കാണിക്കുന്ന ഒന്നും എല്ലാ ആഴ്ചയിലും ചെയ്യുന്ന കാര്യങ്ങളല്ല കേട്ടോ. ഈ ആഴ്ചത്തെ മെനു മക്കളുടെയും ഹസ്ബൻഡിൻ്റെയൊക്കെ ഇഷ്ടം അനുസരിച്ച് ഉണ്ടാക്കിയതാണ്. അതായത് ഒരു ചേഞ്ചിന് വേണ്ടി ഓരോ ആഴ്ചയും കഴിയുന്നത് ഞാൻ മാറ്റാൻ നോക്കും. കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും അതിനകത്ത് ഡിഷസ് കറിയെങ്കിലും മാറ്റാൻ നോക്കാറുണ്ട്. പിന്നെ ചപ്പാത്തിയാണ് മിക്കവാറും നമ്മൾ ഡിന്നർ. അപ്പോൾ അത് കാരണം അതിനകത്ത് ഒരു വ്യത്യാസം വരുത്താറില്ല. പാസ്തയൊക്കെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അത് കാരണം അത് ഹസ്ബൻഡിനും മക്കൾക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അതും മിക്കവാറും ഒരു ദിവസം വീക്കിലി ഉൾപ്പെടുത്താറുണ്ട്. പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കുമ്പോൾ റൈസ് കഴിക്കുന്ന ദിവസങ്ങളിൽ ഉമ്മാക്ക് ഓട്സാണ് കേട്ടോ. ഓട്സിൻ്റെ പുട്ട്, ഓട്സിൻ്റെ ഇഡ്ഡലി, അല്ലെങ്കിൽ ഓട്സ് കഞ്ഞിയില്ലേ, അത് വലിയ താല്പര്യമില്ല. പിന്നെ പുട്ടോ ഇഡ്ഡലിയാണെങ്കിൽ ഉമ്മക്ക് ഇഷ്ടമാണ്. കഴിയുന്നതും മീൽ പ്ലാനിങ് ചെയ്യുമ്പോൾ ഹസ്ബൻഡും മക്കളും എല്ലാവരുടെയും ഇഷ്ടം അനുസരിച്ച്, നമ്മുടെയും ഇഷ്ടം അനുസരിച്ച് തന്നെ പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആർക്കും ഒരു ഫുഡിനോടൊരു മടുപ്പ് തോന്നില്ല. പിന്നെ ഞാനിവിടെ ഒരു ചെറിയൊരു ബോക്സിൽ ചെറിയൊരു റൗണ്ട് വരച്ചിട്ടുണ്ട്. ഗോൾഡൻ കളറിൽ എഗ്ഗ്, മിൽക്ക്, ബനാന, നട്ട്സ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇത് എല്ലാം, അതായത് ഈ ഒരു ലിസ്റ്റിനകത്തുള്ളതെല്ലാം മക്കൾക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇടയ്ക്കുള്ള ബ്രേക്കിനൊക്കെ കൊടുക്കാനുള്ളത്. ചിലപ്പം മുട്ടയാണെങ്കിൽ തന്നെ മുട്ട പുഴുങ്ങി കൊടുക്കാനോ അല്ലെങ്കിൽ പൊരിച്ചു കൊടുക്കാനോ അവരുടെ ഇഷ്ടം അനുസരിച്ച് അന്നേരം ചെയ്യാനുള്ളത്. അതൊന്നും ഞാൻ മീൽ പ്ലാനിങ്ങിൽ ഓരോന്നായിട്ട് ഉൾപ്പെടുത്തിയില്ല. ഇടയ്ക്കുള്ള ബ്രേക്കിന് കൊടുക്കാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിനകത്ത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഡെയിലി ഏതെങ്കിലും വിധത്തിൽ പോകുന്നുണ്ട്. കാര്യം അവർക്ക് സാലഡ്സ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എനിക്ക് കുഴപ്പമുള്ള കാര്യമില്ല. എഗ്ഗും അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ 4 ദിവസം കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എന്നും ഡെയിലി പാലും പോകുന്നുണ്ട്. പിന്നെ നേന്ത്രപ്പഴം അല്ലെങ്കിൽ മറ്റേ ചിക്കിട്ടോ ആ ഒരു ബനാന ഇല്ലേ, അതാണ് ഇവിടെ കഴിക്കുന്നത്. അപ്പോൾ നേന്ത്രപ്പഴം ആണെങ്കിൽ നെയ്യിൽ വാട്ടി ചിലപ്പോൾ കൊടുക്കാറുണ്ട്. അതൊക്കെ ഒരു ബ്രേക്ക്, ആ പിള്ളേരുടെ ആ ടേസ്റ്റ് ആവശ്യത്തിനനുസരിച്ച് അന്നേരം ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അതൊന്നും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഈ 5 സാധനങ്ങൾ ആഴ്ചയിൽ കൊടുക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. മിക്കവാറും തേഴ്സ്ഡേയ്സ് ആയിരിക്കും ഞാനൊരു മീൽ പ്ലാനിങ് എഴുതി വയ്ക്കുന്നത്. കാര്യം ഫ്രൈഡേ ആണ് ഞാൻ ഗ്രോസറി ഷോപ്പിംഗ് നടത്തുന്നത്. മാസത്തിൽ 2 തവണയാണ് ലുലു പോയി ഷോപ്പ് ചെയ്യുന്നത്. ലുലുവിൽ നിന്നാണ് മെയിൻലി ഫസ്റ്റ്
ഫ്രൈഡേ ഓഫ് ദ മന്താണ് നമ്മൾ എല്ലാ ഗ്രോസറി സാധനങ്ങളും വാങ്ങുന്നത്. എല്ലാ മെയിൻ ഐറ്റംസ് എല്ലാം നമ്മൾ ഗ്രോസറി ആയാലും ടോയ്ലറ്ററീസ് ആയാലും എല്ലാം നമ്മൾ വാങ്ങുന്നത് ഫസ്റ്റ് ഫ്രൈഡേ ഓഫ് ദ മന്താണ്. പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ ഒന്നും കൂടെ പോവും. അപ്പോൾ നമ്മൾ വാങ്ങുന്ന ഫിഷ്, വെജിറ്റബിൾസ്, അങ്ങനെ പെരിഷബിൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് ആ ഒരു സമയം വാങ്ങുന്നത്. അത് 2 ആഴ്ചത്തേക്ക് കണക്കാക്കി മിക്കവാറും വാങ്ങാറുണ്ട്. പക്ഷേ ഫിഷും ചിക്കനും നമ്മൾ തൊട്ടടുത്തൊരു ഷോപ്പിൽ ഫ്രഷായിട്ട് കിട്ടാറുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് കാരണം അതങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വാങ്ങാറില്ല. പക്ഷേ ഒരാഴ്ചത്തേക്ക് വാങ്ങാറുണ്ട് കേട്ടോ. എന്തായാലും ഫിഷും ചിക്കനും ഞാൻ ഒരാഴ്ചത്തേക്ക് വാങ്ങും. പിന്നെ ഞാനൊരു കുക്കിംഗ് ചാനൽ ആയത് കാരണം തന്നെ എനിക്ക് ആഴ്ചയിൽ 2 വീഡിയോ എങ്കിലും മിനിമം ഷൂട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റെസിപ്പിയൊക്കെ ആകുമ്പോൾ അതിന് വേണ്ട സാധനങ്ങളും കൂടെ നമുക്ക് അഡീഷണലായിട്ട് ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ചിക്കൻ മന്തി ഈ ആഴ്ചത്തെ ലിസ്റ്റിൽ വന്നത് കേട്ടോ. അപ്പോൾ ഒരു മീൽ പ്ലാനിങ് തയ്യാറാക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് വേണ്ടതാണ് ഒരു ഗ്രോസറി ലിസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കാര്യം കൂടെ. ഇത് എൻ്റെ ഒരു മാസ്റ്റർ ഗ്രോസറി ലിസ്റ്റാണ്. ഇത് എനിക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടിയ ഐഡിയ ആണ് കേട്ടോ. മാസ്റ്റർ ഗ്രോസറി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വീട്ടിലേക്ക് ഒരു മാസം ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മളവിടെ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ മൊബൈലിൽ ഇഷ്ടം പോലെ ആപ്സ് ഉണ്ട്, അതിനകത്തോ അതല്ലെങ്കിൽ മൊബൈലിൽ തന്നെ നമുക്കിത് റൈറ്റ് ചെയ്ത് വെക്കാം. പക്ഷേ അതൊരു പെർമനൻ്റ് ആയിട്ട് നമുക്ക് വെച്ചേക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പേപ്പർ പെൻ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പേപ്പറിൽ എഴുതി ഞാൻ ബാഗിൽ എപ്പോഴും ഇട്ടേക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സ്ഥിരമായി എല്ലാ മാസവും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് കൊണ്ടുപോയാൽ ഞാൻ സാധാരണ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ മാസത്തിൻ്റെ ആദ്യത്തെ ഫ്രൈഡേ ആണ് യൂഷ്വലി ഗ്രോസറി ഷോപ്പ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ ആ ഒരു ഷോപ്പിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഈ സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ എത്രത്തോളം ആയി നമുക്കറിയാം. ഇപ്പോൾ ഒരു മാസം നമുക്ക് എന്തായാലും ഇത്ര കിലോ അരി വേണമെന്ന്, ഇത്ര കിലോ പഞ്ചസാര വേണമെന്ന് നമുക്കറിയായിരിക്കും. നമ്മൾ കുക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അറിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഒരു മാസം കഴിയുമ്പോൾ തീരും എന്നറിയാവുന്ന സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് അടുത്ത മാസത്തെ ലിസ്റ്റിൽ മെൻഷൻ ചെയ്യുക. ഞാൻ ചെയ്യുന്നത് ഒരു പെൻസിൽ കൊണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഈ ലിസ്റ്റിലൊന്ന് മാർക്ക് ചെയ്തിട്ടാൽ മാത്രം മതി. അഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ, അതർ ഐറ്റംസ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ്, ഒരു കോളം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എഴുതിയിടുകയാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ മന്തി ഉണ്ടാക്കുന്നില്ല, മന്തിക്ക് വേണ്ട ചിക്കൻ സ്റ്റോക്കിൻ്റെ ചിക്കൻ ക്യൂബ് ഞാൻ എപ്പോഴും വാങ്ങാറുള്ളതല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തിടാൻ വേണമെങ്കിൽ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഷോപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ച് മീൽ പ്ലാനും ഗ്രോസറി ലിസ്റ്റും പ്രിപ്പയർ ചെയ്ത് നോക്കുക. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവും. പൊതുവേ ഒരു ക്ലാസ്സിലിരുന്നൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു. എനിക്ക് ശരിക്കും ഇങ്ങനത്തെ വീഡിയോ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ ഇട്ടാ കേട്ടോ. അല്ലെങ്കിൽ എനിക്കറിയാം എൻ്റെ ഫ്രണ്ട്സിന് ബോറടിക്കുമെന്ന്. എന്നാലും ആർക്കെങ്കിലുമൊക്കെ ഇതുകൊണ്ട് പ്രയോജനപ്പെടുന്നെങ്കിൽ ഐ ആം സോ മച്ച് ഹാപ്പി. അപ്പോൾ ഇങ്ങനൊരു മാസ്റ്റർ ലിസ്റ്റിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് എല്ലാ മാസവും ആവശ്യമുണ്ട് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ ഒരു ലിസ്റ്റിലുള്ള സാധനങ്ങൾ നമുക്ക് എല്ലാ മാസവും ആവശ്യമുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് ഷോർട്ടേജ് അത് മാത്രം വാങ്ങുക അടുത്ത മാസം. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ ടേസ്റ്റിനനുസരിച്ച് ഒരു മീൽ പ്ലാൻ തയ്യാറാക്കി ഒരു 1 വീക്കെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഫസ്റ്റ് ടൈം മീൽ പ്ലാൻ തയ്യാറാക്കുമ്പോഴും ഗ്രോസറി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഒക്കെ കുറച്ച് സമയം നിങ്ങൾക്ക് ഒന്ന് ചിലവാകേണ്ടി വരും. പക്ഷേ ട്രസ്റ്റ് മീ, ഇറ്റ്സ് വർത്തി. നിങ്ങൾക്ക് ഒരുപാട് സമയം പിന്നീട് ലാഭിക്കാനും പറ്റും. അപ്പോൾ അത് കാരണം എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് 1 വീക്കെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് വർക്കൗട്ട് ആവുന്നെങ്കിൽ അത് കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പിന്നെ അത് വർക്കൗട്ട് ആവുന്നെങ്കിൽ ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്. സീൻ ആൻഡ് ദ വീഡിയോ. ബൈ.